ദേശാഭിമാനികളെ, പ്രേക്ഷകരെ, ബഹുമാന്യ ശ്രോതാക്കളെ, വീണ്ടും അന്തർധാരയിലേക്ക് വിനീതമായ സ്വാഗതം. ആഗോളതലത്തിൽ ഭരണ രാഷ്ട്രീയ തലങ്ങൾ കലാപകലുഷിതമായ ഒരു സാഹചര്യത്തെ നേരിടുന്ന അവസരവുമാണ് ഇത്. ലോകത്തെവിടെയും സമാധാനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. വൻകിട രാഷ്ട്രീയ ശക്തികൾ ചെറുകിട സർക്കാരുകളെയും അവരുടെ രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴടക്കുന്നത് തങ്ങളുടെ ചുമതലയാണ് എന്ന ഭാവത്തിൽ പെരുമാറി തുടങ്ങിയിരിക്കുന്നു. അമിതാധികാര ശക്തികളാകാൻ ലോകത്തിലെ സമ്പന്ന സർവാധിപത്യ രാജ്യങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വിളിക്കാത്തിടത്ത് പോലും ചെന്ന് തലപൊക്കുകയും കൈയിടുകയും ചെയ്യുന്നു. ലോകതലത്തിൽ വലിയ മാറ്റങ്ങളും അങ്കലായ്പുകളും സംജാതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കലാപത്തിൻ്റെ രുചി ആളുകൾ ആസ്വദിച്ച് തുടങ്ങിയിരിക്കുന്നു. അസ്വാസ്ഥ്യങ്ങൾ എവിടെയും ചിറകടിച്ച് പറക്കാൻ ശ്രമിക്കുന്നു. ഭരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം അസന്തുലിതമായ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് എന്ന നിലയിലേക്ക് ചിറകടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും കടന്നു പോകുന്നത്. ഹമാസിനെയൊക്കെ പറ്റി വിശദീകരിക്കാൻ മനുഷ്യഹൃദയമുള്ളവർക്ക് സാധിക്കാത്ത വണ്ണം സംഘർഷഭരിതവും രൂക്ഷവും ദയനീയവുമാണ് ആ ഭൂപ്രദേശത്തെ സ്ഥിതിഗതികൾ. മനുഷ്യജീവന് പുല്ലിൻ്റെ വില പോലും കൊടുക്കാതെ കടന്നു പോകാൻ കഴിയുന്ന ഭരണാധികാരികളുടെ അക്രമവാസന അവിടെയൊക്കെ ചിതയുടെ ലോകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയും അശാന്തി പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സാമ്പത്തിക ശക്തികൾ ദുർബല ശക്തികളെ ചവിട്ടി ഒതുക്കാനും മെരുക്കി അമർച്ച ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. സമ്പത്താണ് അധീശതയുടെ അടിസ്ഥാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ അലവൊലികൾ ലോകത്താകമാനം വ്യാപിച്ചുകൊണ്ടും വ്യാപരിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഈ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് എന്ന് പറയുന്നില്ല, 2 ദശകങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിലെ സമുന്നത പ്രതിഭകളിൽ ഒരാളായ ശ്രീ എ കെ ആൻ്റണിക്ക് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മുഖവുര ആവശ്യമില്ല. അദ്ദേഹം ഇന്നലെ അസഹനീയമായ മാനസിക സംഘർഷത്തെ തുടർന്ന് എന്ന് തോന്നിപ്പിക്കുമാറ് ഒരു വെട്ടിത്തുറന്ന് പറച്ചിലിന് തയ്യാറായിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ നിർവാഹമില്ലാതെ താൻ തന്നെ തൻ്റെ കാര്യങ്ങളും പശ്ചാത്തലങ്ങളും വിശദീകരിക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് ചില കാര്യങ്ങൾ. 2 ദശകങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയ, ഒരുപക്ഷെ തോരാത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കും എന്ന് കണ്ട 3 സംഭവങ്ങളെയാണ് അദ്ദേഹം പ്രധാനമായി ആധാരമാക്കിയത്, ശരണീകരിച്ചത്. ഒന്ന്, വളരെ രൂക്ഷമായ ഭീഭത്സമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അത് കേരളം മുഴുവൻ പടർന്നു പിടിച്ച് ആളിക്കത്താനിടയുണ്ട് എന്ന് വരുത്തിക്കൊണ്ട്
പൊട്ടിപ്പുറപ്പെട്ട മാറാട് കലാപം, അതിൽ വർഗീയതയുടെ ദുർഗന്ധമുണ്ടായിരുന്നു. ആ കലാപം നീണ്ടു നിൽക്കും എന്ന് ജനങ്ങൾ ആശങ്കയോടെ കണ്ടിരുന്നു. ആ കലാപം ഗുരുതരമായ പ്രത്യാഘാതം നമ്മുടെ സംസ്ഥാനത്തും വേണ്ടി വന്നാൽ ദേശീയ തലത്തിലും സൃഷ്ടിക്കുമെന്ന് നമ്മൾ ഭയന്നിരുന്നു. അത് അത്യാവശ്യമില്ലാത്ത വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് സംശയാലുക്കളും കുബുദ്ധികളും കുതന്ത്ര വിദഗ്ധന്മാരും ഒക്കെ ചേർന്ന് ഒരുക്കിയ ഒരു കെണിയുടെ പ്രത്യാഘാതമായിട്ടാണ് മാറാട് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ പോലീസിന് ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ അച്ചടക്ക പുനഃസ്ഥാപനമാണ് ഭരണകൂടത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രധാന ജോലി എന്ന് ധരിച്ചുകൊണ്ട് തന്നെ ശ്രീ എ.കെ. ആൻ്റണിയുടെ ഗവൺമെൻറ് പോലീസ് നടപടിക്ക് മറ്റു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അനുമതി നൽകേണ്ടി വന്നത് ആരെയെങ്കിലും പ്രത്യേകിച്ച് തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും വിഭാഗങ്ങളോടുള്ള അമർഷമോ ഏതെങ്കിലും വിഭാഗങ്ങളുള്ള പ്രത്യേകമായ ഔദാര്യമോ ഒന്നുമല്ല. മറിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിക്ക് അത് ചെയ്തേ തീരൂ എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ, കോടതി ഇതൊക്കെ വാച്ച് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും അതിന് വിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ, സംഭവങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്. നിർവാഹമില്ലാതെ വന്നാൽ അതിൻ്റെ മൂന്നാം മുറ പ്രയോഗിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇനവിറ്റബിൾ റെസ്പോൺസിബിലിറ്റി ആണ്. ആ അടിസ്ഥാനത്തിൽ മാറാട് നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് പോലീസിന് നിർദ്ദേശം നൽകി. അല്ല, പോലീസ് നമ്മുടെ കാഴ്ചവസ്തുവല്ലല്ലോ. പോലീസിനെ ചില ഘട്ടങ്ങളിൽ ഒരു ഗവൺമെൻറ്റിന് ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിച്ചേ തീരൂ എന്ന സാഹചര്യത്തിൻ്റെ 11ാം മണിക്കൂറിലാണ് അങ്ങനെ സ്വതവേ സമാധാനകാംക്ഷിയായ ശ്രീ എ.കെ. ആൻ്റണിയുടെ ഗവൺമെൻറ് ഒരു പോലീസ് നടപടിക്ക് തീരുമാനമെടുത്ത് നടപടി കൈക്കൊണ്ടത്. അവിടെ ഐസ്ക്രീം വാങ്ങിച്ച് അവരുടെ കയ്യിൽ കൊടുത്താൽ, കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ച് കയ്യിൽ കൊടുത്താൽ, അവിടെ തണുത്ത വെള്ളം സ്പ്രേ ചെയ്താൽ അവിടുത്തെ കലാപം ഒതുക്കാൻ കഴിയില്ല എന്ന് ഗവൺമെൻറ്റിനും ഭരണാധികാരികൾക്ക് മൊത്തത്തിലും ബോധ്യമായി. സ്വമേധയാ ഏകപക്ഷീയമായി എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന വികാരത്തോടെ അല്ല ശ്രീ എ.കെ. ആൻ്റണിയുടെ ഗവൺമെൻറ് അന്ന് നടപടി സ്വീകരിച്ചത്. അത്തരം ഒരു നടപടി കൊണ്ടല്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ, സെറ്റിൽ ചെയ്യാൻ, പൊട്ടിപ്പുറപ്പെടാൻ ഇടയുള്ള ഭീഭത്സമായ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ആലോചിക്കേണ്ട തലങ്ങളിലൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഒരു നടപടിക്ക് തയ്യാറായത്. മാറാട് കലാപം നാടിനെ ഒരു ഭീഷണിയുടെ വക്കത്തുകൊണ്ടെത്തിക്കുകയും അത് പൊട്ടിപ്പുറപ്പെട്ട് സങ്കീർണമായാൽ വളരെ കാലത്തേക്ക് ആ തീയണയ്ക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ, കുരുന്നിനെ നുള്ളിക്കളയേണ്ടത് അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് കരുത്തുള്ള ഒരു ഭരണാധികാരിക്ക്, കർമ്മകുശലനായ ഒരു ഭരണാധികാരിക്ക് ചില നടപടി ചെയ്യേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ നടത്തിയ കാര്യങ്ങൾ ഏതൊരു ഗവൺമെൻറ്റിനും ചെയ്യേണ്ടി വരും. അതിൻ്റെ എല്ലാ തലങ്ങളും ആലോചിച്ചുകൊണ്ടാണ് ശ്രീ എ.കെ. ആൻ്റണിയുടെ ഗവൺമെൻറ് മാറാട് കലാപത്തെ ബലം പ്രയോഗിച്ചു തന്നെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. മുത്തങ്ങ സംഭവം ഇന്ത്യയിലെ ഫോറസ്റ്റ് ഭാഗികമായി സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഏറെക്കുറെ സമ്പൂർണ്ണമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൺട്രോളിലാണ്. ഭാഗികമായി മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അതിൽ അധികാരമുള്ളത്. വനത്തിൽ അനധികൃതമായ കയ്യേറ്റത്തിൻ്റെ പ്രവാഹം നടന്ന ഒരു കാലഘട്ടം. വനം വെട്ടിപ്പിടിക്കാൻ, കൈവശപ്പെടുത്താൻ, തൻ്റേതാക്കാൻ, തനതാക്കാൻ ഒരു സംഘടിത ശക്തി തന്നെ ഈ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെമ്പാടും ഇപ്പോഴും പ്രവർത്തിച്ചു പോരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു കുത്തക ടീം ആണ്. അതീവ സാധാരണക്കാരായ മനുഷ്യരെ അതിലായുധമാക്കി വനത്തിലേക്ക് കയറ്റിവിടുക, അവിടെ കുടിൽ കെട്ടുക,
അവിടെ താമസമാക്കുക, എന്നിട്ട് റവന്യൂ അവകാശം സ്ഥാപിച്ചെടുക്കുക, അത് കൂട്ടത്തോടെ ചില സമ്പന്ന ശക്തികൾ എഴുതി വാങ്ങിക്കുക, എന്നിട്ട് ആ പ്രദേശം മുഴുവൻ ആ മുതലാളിമാരുടെ വകയാക്കി മാറ്റുക. അതിപ്പോഴും നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യക്ക് അകത്ത് പലയിടത്തും നടക്കുന്ന കാര്യമാണ്. മുത്തങ്ങയിൽ നടന്നത് ദുരുദ്ദേശപ്രേരിതമായ അതിശക്തമായ പിൻബലത്തിൻ്റെ പിന്തുണയോടെ നടന്ന കാട് കയ്യേറ്റമാണ്. അല്ലാതെ കുടില് കെട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാധുവിൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ, ഒരു വൃദ്ധൻ്റെ, ഒരു വൃദ്ധയുടെ ഒന്ന് കയറിക്കിടക്കാൻ വേണ്ടി ചെയ്ത ഒരു കുടിൽ കെട്ടിയ സംഭവമല്ല. ഒരു സംഘടിത ശക്തി, അതിൻ്റെ പിന്നിൽ പ്രേരകരുണ്ട്, അതിൻ്റെ പിന്നിൽ വലിയ പിൻബലമുണ്ട്. അവർ കാട് കൈയടക്കാൻ ഉള്ള കുതന്ത്രങ്ങളും കുൽസിത തന്ത്രങ്ങളുമായി വനം കൊള്ളയടയ്ക്കാൻ, വനം പിടിച്ചെടുക്കാൻ, വനഭൂമി കൈവശപ്പെടുത്താൻ, ആ വനത്തിൻ്റെ തടിയും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്താൻ ഒരു വലിയ സമ്പന്ന പിൻബലമുള്ള ശക്തിയുടെ പിന്തുണയോടെ വനം കയ്യേറുന്നത് ഒരു പകൽ കൊള്ളയാണ്. ആ കൊള്ളയുടെ പശ്ചാത്തലം ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടാൽ, ആ കയ്യേറ്റം അനുവദിക്കാൻ പാടില്ല, തടയണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടാൽ, ഇന്ത്യ ഈസ് എ ഫെഡറൽ സിസ്റ്റം, ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാഷ്ട്രമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് പല കേന്ദ്രങ്ങളിലും പലയിടത്തും പ്രത്യേക അധികാരങ്ങളുണ്ട്. വനത്തിലുണ്ട്, സമുദ്രത്തിലുണ്ട്, നദികളിലുണ്ട്, ആകാശത്തുണ്ട്. പല കേന്ദ്രങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക അധികാരാവകാശങ്ങളുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ അതാത് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരുന്ന വിഷയങ്ങളാണ്. അങ്ങനെ കാട് കൈയടക്കാൻ അല്ലാതെ വീടില്ലാതെ കയറിക്കിടക്കാൻ നിവൃത്തിയില്ലാതെ ഒരാളിന് പ്രത്യേകം റോഡ് സൈഡിലെ കാട് അല്പം ഒരു 10 അടി ദൂരത്തിൽ കയ്യേറി ഒരു മാടം കെട്ടിയത് കേരളത്തിലെങ്ങും ഒരിക്കലും ആരും പൊളിപ്പിച്ചിട്ടില്ല. പക്ഷേ മുത്തങ്ങയിൽ നടന്നത് ചെണ്ടമേളവും വാദ്യഘോഷങ്ങളുമായി വന്ന് കാട് കൈയടക്കുന്ന ഒരു ലളിതമായ ജനാധിപത്യ ജനകീയ പ്രക്രിയയാണ്. ആ പ്രക്രിയ മായാവികളുടെ സമ്പ്രദായമാണ്. അത് രാത്രിഞ്ചരന്മാരുടെ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അത് നീചമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടിയതാണ്. ഇത് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസമുള്ളയാളാണ് ശ്രീ എ.കെ. ആൻ്റണി. അദ്ദേഹം എല്ലാ മര്യാദകളും ആ കാര്യത്തിൽ ഉപദേശത്തോടെ അദ്ദേഹം ആവശ്യപ്പെട്ടു തുടങ്ങി. യാഥാർത്ഥ്യത്തിൻ്റെ നിറവും മുഖവും ശബ്ദവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ശ്രമിച്ചു നോക്കി. പക്ഷേ ആ കയ്യേറ്റങ്ങളുടെ പിന്നിൽ നിഗൂഢമായ ലക്ഷ്യങ്ങൾ പതിയിരിപ്പുണ്ടായിരുന്നു, വ്യാളി മുഖങ്ങൾ. അത് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ ചെറുക്കുകയല്ലാതെ ഗവൺമെൻറ്റിന് വേറെ മാർഗമില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം ഡ്യൂട്ടിയല്ലത്, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു ചുമതലയാണ്. അങ്ങനെ ജോയിൻ്റ് എഫർട്ട് ആവശ്യമായി വന്ന സ്ഥലത്ത് സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരു ഡയറക്ഷൻ അനുസരിക്കാൻ മാത്രമേ സാധിക്കൂ. അത് ഗവൺമെൻറ്റിൻ്റെ അനുദിന പ്രവർത്തനങ്ങളുടെ സിസ്റ്റം അറിയുന്നവർക്കത് മനസ്സിലാകും. ആ കാര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് ഈറ്റത്തോട്ടങ്ങൾ, നമ്മുടെ വനത്തിലുണ്ടായിരുന്ന, വനത്തിൻ്റെ ഭാഗമായിരുന്ന ഈറ്റത്തോട്ടങ്ങൾ ഒരു ടണ്ണിന് 1 രൂപയ്ക്ക് വെട്ടിയെടുത്തോളാൻ പാവപ്പെട്ട കർഷക തൊഴിലാളിയായ ബിർളയ്ക്ക് അനുവാദം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഉപജീവനത്തിന് മാർഗമില്ലാത്ത ബിർളയ്ക്ക് 1 ടൺ ഈറ്റ വെട്ടി വണ്ടിയിൽ കയറ്റിക്കൊടുക്കുന്നതിന് 1 രൂപ ആ തൊഴിലാളി, ആ ബിർള എന്ന തൊഴിലാളി സർക്കാരിൽ അടയ്ക്കണം. 1 രൂപ 1 ടൺ മുളയ്ക്ക്. സർക്കാരിൻ്റെ തൊഴിലാളികൾ അത് വെട്ടി ചീവിച്ചെത്തി ലോറിക്കകത്ത് അടുക്കിക്കൊടുക്കും. 1 ടൺ കയറ്റുമ്പോൾ 1 രൂപ നമ്മുടെ ഖജനാവിലേക്ക് വരും.
അത് കൽക്കട്ടയുടെ രാജാവായ അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം, നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത്, മോശക്കാരുടെ കാലത്തല്ല, വെട്ടിക്കേറ്റുകൊടുത്ത് കാട് കൊള്ളയടിച്ച സംഭവം ആദ്യം കേരളത്തിൽ നടക്കുന്നത് അന്നാണ്. അല്ല, ബഹുമാനായ ടി.എം. വർഗീസിൻ്റെയൊക്കെ കാലത്ത് ഒരു മരം മുറിച്ചതിന് ഈ രാജ്യം മുഴുവൻ കത്തിച്ച ബഹളവും കലാപവും ഉണ്ടാക്കിയവരുണ്ട്. അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് കാട് മുഴുവൻ വഴിച്ച് മാറ്റിയ ആ ബിർല കരാറുണ്ടല്ലോ, അത് കേരളത്തെ ഭൂമിയാക്കാൻ ഉപകരിച്ച പരിശ്രമങ്ങളുടെ ഒരു ഭാഗമാണ്. പക്ഷെ ₹1 നമ്മുടെ ഖജനാവിൽ വരും. 1 ടൺ വെട്ടിച്ചെത്തി കയറ്റി കൊടുക്കുമ്പോൾ ₹50 ചിലവാക്കി ഈറ്റ വെട്ടിക്കയറ്റി കൊടുത്താൽ സർക്കാരിന് കിട്ടുന്നത്, ട്രഷറിയിലെത്തുന്നത് ₹1. ചെറിയ കാര്യമല്ല. ബിർലയുടെ ₹1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10-25 രൂപയ്ക്കുള്ള വലിപ്പം വരും. അത്രയും വലിപ്പമുള്ള ബിർലയുടെ ഒറ്റ രൂപ നമ്മുടെ ട്രഷറിയിലേക്ക് വരുമായിരുന്നു അന്ന്. അത് നമ്മുടെ ആളുകൾ കാണാതെയാണ് അന്ന് പല ആളുകളും ബഹളമുണ്ടാക്കിയത്. ബിർല മുള കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അനാവശ്യമായി ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങൾ നിരവധിയാണെന്നിരിക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ലേ? ശ്രീ പിണറായി വിജയൻ കാര്യക്ഷമതാബോധമില്ലാത്ത, പിടിപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രിയല്ല. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എപ്പോഴെവിടെ പണിയണമെന്ന് അറിയാവുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോൺഗ്രസും UDFും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. ആ മിടുക്കും കരുത്തുമുള്ള അദ്ദേഹം പണി അറിയാവുന്നവനും തൊഴിലറിയാവുന്നവനുമാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ. AK ആൻ്റണിയുടെ കാലത്ത് മുത്തങ്ങാവനം കയ്യേറാനുള്ള ഒരു സംഘടിത ശ്രമത്തെയാണ് ഗവൺമെൻറ്റിന് കോടതിയുടെ ഡയറക്ഷനും സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷനും അനുസരിച്ച് നിയന്ത്രിക്കേണ്ടി വന്നത്. പിന്നെ കുടിലുകൾ പൊളിച്ചാൽ അവിടെ ഇട്ട് വെള്ളം കുടഞ്ഞിട്ടേക്കാൻ ഒക്കുമോ? കുടിലുകൾ പൊളിക്കുമ്പോഴുള്ള അതിൻ്റെ കണക്റ്റഡ് സംഭവമാണ് കുടിലുകൾ പൊളിച്ച് തീയിടുക എന്നുള്ളത്. ആളുകൾക്ക് അപകടമില്ലാതെ അവരെ കുടിയിറക്കുക എന്നുള്ളത്. അക്രമത്തെ നേരിടാൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പോലീസിന് ലാത്തിയും തോക്കുമൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് പണ്ടാരോ പറഞ്ഞു നടക്കുന്ന ആസ്വരം വായിക്കാനല്ലല്ലോ ഈ വടി കൊടുത്തിട്ടുള്ളത്. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പകൽ വെളിച്ചത്തിലോ രാത്രിയിലോ നേരിടേണ്ടി വന്നാൽ അതിന് ഉപയോഗിക്കാനുള്ള ആയുധങ്ങളാണ് പോലീസിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കാലത്ത് നടന്നിട്ടുള്ള നിരവധി ബലപ്രയോഗങ്ങളുടെ കഥ നമുക്കറിയില്ലേ? അവകാശ സമരം ചെയ്തവരെയല്ലേ രാമനെയും സുലൈമാനെയും തട്ടി റോഡിലിട്ടത്? അവകാശ സമരം ചെയ്തവരെയല്ലേ ഫ്ലോറിയെ വെടിവെച്ച് താഴെ ഇട്ടത്? അവകാശ സമരം ചെയ്ത തേയിലത്തോട്ടത്തിൽ തൊഴിലാളി പാപ്പന്മാളെയല്ലേ വെടിവെച്ച് താഴെ ഇട്ടത്? അവരെല്ലാവരും കൊള്ളയടിക്കാൻ പോയതാണോ? അല്ല. മുദ്രാവാക്യം വിളിച്ച് അവകാശങ്ങൾ ചോദിച്ച് റോഡിലെ പ്രകടനം നടത്തിയവരെയാണ് അവിടെ വെടിവെച്ച് നെഞ്ചിന് വെടിവെച്ച് താഴെ ഇട്ടത്. മുട്ടുതാത്തന്നെ വെടിവെച്ചത്. അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവർ അന്നത്തെ സംസ്ഥാനത്തിൻ്റെ സമ്പ്രദായങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി ഇല്ലാതെ മറ്റൊരു സമ്പന്ന കുടുംബത്തിൻ്റെ പരാതി സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറിയ മാല കാണാതെ പോയതിൽ ഒരു സ്ത്രീയെ മേശപ്പുറത്ത് കയറ്റി കുത്തിയിരുത്തിയത്? അകത്തെവിടെയെങ്കിലും മാല വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വഴി അത് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ച് മേശപ്പുറത്ത് കുത്തിയിരുത്തിയത്? ഒരു പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ, അതായത് കസ്റ്റംസ് പോലീസുകാർ ആഭരണം വിഴുങ്ങുന്ന ആളുകളെ കൊണ്ട് കുത്തിയിരുത്തുന്ന മാതൃക, ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, കുത്തിയിരുത്തുന്ന മാതൃകയിൽ ഒരു സ്ത്രീയെ, ഒരു പാവപ്പെട്ട പട്ടികജാതി സഹോദരിയെ
ആൾബലമോ പിന്തുണയോ സമ്പത്തോ ഇല്ലാത്ത ഒരു കുടുംബത്തിലെ സാധുവായ അടുക്കളപ്പണിക്കാരി സ്ത്രീയെ ഇതിലേറെ അപമാനിക്കാനുണ്ടോ? അകത്തും ആലയുണ്ടോ എന്നറിയാൻ കുത്തിയിരുത്തേണ്ട, എക്സ്റേ എടുത്താൽ അറിയാം. 15 രൂപയുടെ കേസാണ്, അങ്ങനെ എടുത്താൽ അറിയാം അകത്ത് എന്തെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, കിടപ്പുണ്ടെങ്കിൽ. ഇപ്പം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വയറ്റിനകത്ത് വെച്ച് മടക്കി കുത്തിക്കെട്ടി എത്രയോ കേസുകൾ എക്സ്റേ എടുത്താണ് തിരിച്ചറിയുന്നത്. അല്ലാതെ അവരെ നഗ്നരാക്കി കൈയിട്ടാണ് തിരിച്ചറിയുന്നത് അല്ല. അതുകൊണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെയും 17-ാം നൂറ്റാണ്ടിൻ്റെയും കാടത്വത്തിൻ്റെയും നീചമായ വികാരങ്ങളുടെയും നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന ഉത്സാഹത്തിൻ്റെ പിന്നിൽ ഉള്ളത് അധികാരത്തിലിരിക്കുന്ന തമ്പുരാന്മാരുടെ വികൃതമായ ആജ്ഞകളാണെന്ന് നാം തിരിച്ചറിയണം. ഇവിടെ നിയമസഭയിലെ ഐക്യജനാധിപത്യ മുന്നണി ചോദ്യം ചെയ്തതും എതിർത്തതും ഒരു പട്ടികജാതി സഹോദരിയെ അത്ര നീചമായി ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്ത സംഭവം എല്ലാം വെളിയിൽ പറയാൻ കൊള്ളാവുന്നതല്ല. അങ്ങനെ കൈകാര്യം ചെയ്ത രീതിയെ ആണ് എതിർത്തത്. അതും ഇവിടെ ഇപ്പോൾ നിയമസഭയിൽ ഗവൺമെൻറ് പറഞ്ഞ കാര്യവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? മാറാട് നടന്ന സംഭവം ആവർത്തിക്കുകയും അനുവർത്തിക്കുകയും നിലനിർത്തുകയും തുടരുകയും ചെയ്യേണ്ടതാണോ എന്നേതെങ്കിലും കക്ഷിക്ക് അഭിപ്രായമുണ്ടോ? ഈ സംസ്ഥാനത്ത് അനുവർത്തിക്കാനും ആവർത്തിക്കാനും പാടില്ലാത്ത ഒരു സംഭവത്തെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ ആസ് എ സ്പെഷ്യൽ കേസ് ഗവൺമെൻറ്റിന് നടപടി സ്വീകരിക്കേണ്ടി വരും. ബഹുമാന്യനായ സീനിയർ മോസ്റ്റ് കോൺഗ്രസ് ലീഡർ AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ വേദന പങ്കുവച്ചത് ആത്മാർത്ഥതയുടെ അന്തർസ്പന്ദനത്തോടെയാണ്. ആ ചർച്ചയിൽ ഉചിതമായ മറുപടി പറയാൻ ആരെയും കണ്ടില്ല എന്ന ആവലാതിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറുപടി പറയാൻ കരുത്തുള്ള എത്രയോ മിടുക്കന്മാരും മിടുക്കികളും നിയമസഭയിൽ ഉണ്ടായിട്ടും കൊടുക്കേണ്ട മറുപടി കൊടുത്തില്ല എന്നാണ് അദ്ദേഹം ദുഃഖിച്ചത്. അത് അത്രയും പോലെ വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന് പറയാനും ശാസിക്കേണ്ടവരെ ശാസിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. ആ ശാസന ഉൾക്കൊള്ളുന്നത് അടിമത്വമല്ല, അന്തസ്സാണ് എന്നാണ് കണക്കാക്കേണ്ടത്. തിരുത്തൽ ആവശ്യമാണ് ലോക സമൂഹത്തിലെ എല്ലാ കാര്യത്തിലും. ശ്രീ AK ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ അടിവരയിട്ട് പരിശോധിച്ച് തിരുത്തുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിന്നിലുള്ളവരുടെയും ചുമതലയാണ്. അത് വേണ്ടവണ്ണം കണ്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ്സ് എ ലെസൺ ടു ലേൺ ടു അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാക്കി ചെയ്യണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം 20 വർഷത്തിന് ശേഷമാണ് പ്രതികരിക്കുന്നത്. 21 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ശ്രീ K കരുണാകരൻ എന്ന രാഷ്ട്രീയ ആചാര്യനും ശ്രീ AK ആൻ്റണിയും രാഷ്ട്രീയമായി പലപ്പോഴും ഉരസിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ അവർ മറന്നിട്ടില്ല. പെർഫോമൻസ് ശക്തിപ്പെടുത്തണം എന്ന താക്കീതാണ് ശ്രീ AK ആൻ്റണി എന്ന സീനിയർ മോസ്റ്റ് കോൺഗ്രസ് ലീഡർ വ്യക്തമാക്കിയത്. അത് ചെയ്യാൻ ഉള്ള ബാധ്യത ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതിൻ്റെ എല്ലാ ഘടകങ്ങളിലെയും പെട്ടവർക്കും ഉണ്ട്. അത് ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗം വിജയിക്കാൻ, ഇത് കോടതിയെ പോലെയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗം വിജയിക്കാൻ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നോക്കിയിരിക്കുന്ന ജോലി മാത്രം ചെയ്താൽ പോരാ കോൺഗ്രസ് UDF ബെഞ്ചെന്നാണ് AK ആൻ്റണി സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സംസ്ഥാനത്ത് നടന്നുകൂടാത്ത, നടമാടിക്കൂടാത്ത, പ്രോത്സാഹിപ്പിച്ചുകൂടാത്ത നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് തടയാനും നിയന്ത്രിക്കുവാനും പ്രതിപക്ഷം ഒരു കോട്ട പോലെ പ്രതിരോധിച്ച് നിൽക്കണം എന്നാണ് ശ്രീ AK ആൻ്റണി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കിടമത്സരങ്ങളുടെ പേരിൽ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് കഥയും കേട്ടിരിക്കാൻ ചെന്നവരല്ലല്ലോ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശക്തരായ അംഗങ്ങൾ.
അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ മറ്റൊരർത്ഥം. ഇത് പറയാൻ അർഹതയുള്ള ആൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ കോൺഗ്രസ് പക്ഷത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന അനുഭവ സമ്പന്നനായ ആളാണ് ശ്രീ എ കെ ആൻ്റണി. അദ്ദേഹവും ലീഡർ ശ്രീ കെ കരുണാകരൻ തമ്മിൽ രാഷ്ട്രീയമായിട്ടേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ, വ്യക്തിപരമായി ഏറ്റുമുട്ടിയിട്ടില്ല. കാഴ്ചപ്പാടുകളുടെ പേരിലേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. രണ്ടുപേർക്കും തോന്നിയ ശരിക്ക് വേണ്ടിയാണ് അവർ വാദിച്ചത്. ശ്രീ കരുണാകരൻ്റെ ശരി സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് 100% സാധിച്ചിട്ടുണ്ട്. എതിരാളി ആരെന്ന് നോക്കാതെ പൊരുതി വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ എ കെ ആൻ്റണിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹം തീവ്രമായി ശ്രമിച്ചിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ഒരു ലഹളയുടെ വിഷയമല്ല, അത് ഗ്രൂപ്പിൻ്റെ വിഷയം അല്ല, അത് ചേരിപ്പോരിൻ്റെ വിഷയവും അല്ല. രണ്ട് കാഴ്ചപ്പാടിൻ്റെ പോരുകളാണ്. അതൊക്കെ പൊളിറ്റിക്സിൽ അനുവദനീയമായ കാര്യങ്ങളാണ്. കോൺഗ്രസിനകത്ത് തന്നെ ആരംഭകാലം മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പക്ഷമായിരുന്നില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസ്. എന്ന് വെച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിഡ്ഢിയും മോശപ്പെട്ടവനുമാണോ? അല്ല. ഗാന്ധിയുടെ കാഴ്ചപ്പാടും ആചാര്യ കൃപലാനിയുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസം കണ്ടിരുന്നു. മഹാത്മാഗാന്ധി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത പലരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് അവരെല്ലാം വിഡ്ഢികളാണോ? അല്ല. അത് വ്യൂ പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ്. അതിനെ ശത്രുതയായിട്ടല്ല നാം കാണേണ്ടത്, ഒരു അവലോകനത്തിൻ്റെ വൈവിധ്യമായിട്ടാണ് കാണേണ്ടത്. ശ്രീ ആൻ്റണി സൂചിപ്പിച്ച കാര്യങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന UDF വളരെ വളരെ സ്റ്റഡീഡായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്, വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടതാണ്. ആ പറഞ്ഞതിന് അർത്ഥം മാത്രമല്ല, ആന്തരാർത്ഥമുണ്ട്. വാച്യാർത്ഥം മാത്രമല്ല, ഗഹനാർത്ഥവും അതിൻ്റെ മറ്റ് ഗവേഷണാത്മകമായ അർത്ഥവുമുണ്ട്. സകല തലങ്ങളിലെയും അർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് UDF തിരുത്തണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ വ്യംഗ്യാർത്ഥം. അത് മനസ്സിലാകുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകർ, UDF കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് അതൊരു ഒരു ഒരു ടീച്ചിങ് ലെസൺ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ശ്രീ എ കെ ആൻ്റണിയെപ്പോലെ മുതിർന്ന ഒരാൾ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ള വിവേകവും മര്യാദയും നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ളവർ പറയുകയും താക്കീത് ചെയ്യുകയും ചെയ്യുന്നത് UDFിനും കോൺഗ്രസിനും നല്ലതാണ് എന്ന് ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തേക്ക് ഉപസംഹരിക്കട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്.